കരിപ്പൂർ വിമാനത്താവളത്തിൽ നിർമ്മിച്ച പുതിയ അന്താരാഷ്ട്ര ടെർമിനൽ ഉദ്ഘാടനം ഗവർണർ പി സദാശിവം നിർവഹിച്ചു. 17,000 ചതുരശ്ര അടിയിൽ 2 നിലകളിലായാണ് ടെർമിനൽ നിർമ്മിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 1527 യാത്രക്കാരെ ടെർമിനലിൽ ഉൾക്കൊള്ളാനാകും. വലിയ വിമാനങ്ങളുടെ സർവീസ് പുനരാരംഭിച്ചതിന് പിന്നാലെയാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ പുതിയ ടെർമിനൽ യാഥാർത്ഥ്യമാകുന്നത്. 2016 ജനുവരിയിലാണ് പുതിയ ടെർമിനലിന്റെ നിർമ്മാണം തുടങ്ങിയത്. ഗവർണർ പി സദാശിവം വീഡിയോ കോൺഫറൻസിലൂടെ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തു. എംപിമാരായ PK കുഞ്ഞാലിക്കുട്ടി, PV അബ്ദുൽ വഹാബ്, മന്ത്രി KT ജലീൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 17,000 ചതുരശ്ര അടിയിൽ 2 നിലകളിലായാണ് ടെർമിനൽ നിർമ്മിച്ചിരിക്കുന്നത്. 120 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. മണിക്കൂറിൽ 1527 യാത്രക്കാരെ ഉൾക്കൊള്ളാനാകും. തിരക്കേറിയ സമയങ്ങളിൽ പോലും യാത്രക്കാർക്ക് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാനുള്ള സൗകര്യം ഇതുമൂലം ഉണ്ടാകും. കസ്റ്റംസ്, എമിഗ്രേഷൻ വിഭാഗങ്ങളുടെ പ്രവർത്തനം സുഗമമാക്കാൻ കൂടുതൽ സൗകര്യങ്ങൾ പുതിയ ടെർമിനലിൽ ഒരുക്കിയിട്ടുണ്ട്. 2 വീതം എക്സ്റേ DFDM മെഷീനുകളാണ് പുതിയ ടെർമിനലിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പഴയ ടെർമിനലിൽ 8 എമിഗ്രേഷൻ കൗണ്ടറുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ പുതിയതിൽ 16 കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. നിലവിലുണ്ടായിരുന്ന ആഗമന ടെർമിനൽ ഇനി മുതൽ പുറപ്പെടൽ കേന്ദ്രമായി മാറും. മീഡിയ 1 മലപ്പുറം.